ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ ഒരു കൂട്ടം പരിചയപ്പെടുത്താൻ വന്നതാണേ. ഈ ഇല കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതിനെയാണ് പിള്ളത്താളി, പാടത്താളി ഇങ്ങനെയൊക്കെ പറയുന്നത്. താളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുടിക്ക് നല്ല ചർമ്മത്തിന് നല്ല മുടിയുടെ തലയൊട്ടിക്ക് നല്ല തണുപ്പും മുടി പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടായിരുന്നു ഷാമ്പു ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ഉള്ളുള്ള മുടിയുമായിരുന്നു. താരന് മുടി കൊഴിച്ചിൽ എനിക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാധനം കുറേ ഉണ്ട്. ഇതൊത്തിരി ഉണ്ട്. കാരണം ഇത് ഞാനൊരു സ്ഥലത്ത് ഇത് എല്ലായിടത്തും കാണത്തില്ല. അപ്പം ഞാൻ വന്ന വഴിക്ക് ഇത് കണ്ടു. ഞാനിത് പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഇത് വെച്ചൊരു താളി ഉണ്ടാക്കാം. താളി മുടിക്ക് ഏറ്റവും തലയോട്ടിക്കും മുടിക്കും ഒക്കെ ഏറ്റവും നല്ല സാധനമാണ്. ഇത് കുറച്ച് ഇലകൾ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ചധികം ഇല എടുക്കണം. എല്ലായിടത്തും കാണത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ ഈ ഇലയാണ്. ഇത് ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉണക്കാകുമ്പോൾ ഉണങ്ങിപ്പോയാലും അടുത്ത മഴയൊക്കെ വരുന്ന സമയത്ത് അത് പിന്നീട് പൊട്ടി കിളിക്കും. എപ്പോഴാണേലും ഇതിൻ്റെ റൂട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കിഴങ്ങുണ്ടെന്ന് തോന്നുന്നു, മണ്ണിനടിയിലോട്ട് നിൽക്കും. പിന്നീട് ഇതിങ്ങനെ കിളുത്ത് വരും. അപ്പോൾ നമുക്കിതെടുത്ത് കുറച്ച് ഇലയെടുത്ത് കുറച്ച് ഡ്രൈ ആയിട്ടോട്ട് കേട്ടോ. ഞാൻ 2-3 ദിവസമായി ഫ്രിഡ്ജിൽ വാങ്ങിയതല്ല, പറിച്ച് സൂക്ഷിച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ട് എൻ്റെ മുടിയിലെല്ലാം ശരിക്കും അമ്മ ഇതുണ്ടാക്കി തേച്ച് തരുമായിരുന്നു. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇതിനുണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് ഇത് ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ഈ ഇലകളിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് റെഡിയാവാൻ പാടായിരിക്കും. പിന്നെ നമുക്കത് കഴിഞ്ഞ ശേഷം വേണ്ടുന്നത് ഒരു അരിപ്പ വേണം. അരിപ്പ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അരിപ്പ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല അരിച്ചെടുക്കാം. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇട്ട് ഇതിനകത്തിട്ട് നമ്മൾ ഇങ്ങനെ ഞെരടിയാൽ മതി. പിഴിഞ്ഞെടുക്കണം. ഇത് കുറച്ച് നേരം ഇങ്ങനെ പിഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ സത്തെല്ലാം ഊറി ഇറങ്ങി. ഇത് കുറച്ച് ഡ്രൈ ആയിപ്പോയി ഇല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ തന്നെ ഈ വെള്ളത്തിലോട്ട് ഇതിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ അല്ല വെറ്റായന്. ഇപ്പം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഞെരടി എടുക്കാം. ഞാൻ താഴോട്ട് വെച്ചിട്ട് ഇത് 2 കൈ വെച്ച് ആക്കിയാലാണ് പെട്ടെന്നാവുന്നത്. ഞാൻ ഒഴിച്ചത് പച്ചവെള്ളമായിരുന്നേ. പച്ചവെള്ളം ഒരു അസുഖം ഉണ്ടാകത്തില്ല, തലയ്ക്ക് നല്ലതാണ്. നമുക്ക് എപ്പോൾ വേണേലും ഇത് യൂസ് ചെയ്യാം. ഈ ജലദോഷം അങ്ങനെയൊക്കെ വരുന്നവർ ആഴ്ചയിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. ഇത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പാടത്താളി, പിള്ളത്താളി ഇങ്ങനെയൊക്കെ പറയുന്നു ഓരോ നാട്ടിൽ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. എല്ലായിടും ഇത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോയെന്നും അറിയത്തില്ല. ഉപയോഗിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. എൻ്റെയൊക്കെ കുഞ്ഞിന് നല്ല ശരിക്കും ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിച്ച് അതിൻ്റെ സത്തൊന്നും എടുക്കണ്ട. നമ്മൾ കൈ വെച്ച് നമ്മൾ ചെമ്പരത്തി താളി ഉണ്ടാക്കത്തില്ലേ, അത് ഞങ്ങൾ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾ ചുമ്മാ അതിൻ്റെ ഇല എടുക്കുക, പൂ എടുക്കുക, ഇതെല്ലാം കൂടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കും. ഇവിടെ എടുക്കും. ഇപ്പം തന്നെ കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ഇത് ഇല ഡ്രൈ ആയിപ്പോയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം. നമ്മൾ നല്ല ഫ്രഷായിട്ട് പറിച്ചിട്ട് വന്ന് അപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു 2-3 മിനിറ്റിനകം തന്നെ ഇതിൻ്റെ സംഭവം റെഡിയായി കിട്ടും. നമുക്ക് എത്ര വേണോ അത്രയും നേരം നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഇല എടുത്ത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇത് റെഡിയാക്കാം. വെള്ളത്തിൽ മാത്രമേ ഇത് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ.
ഇത് കുറച്ച് നേരം നമ്മൾ എടുത്തതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഒരു എന്താ ഓയിലി ടൈപ്പായി കിട്ടും. ഇങ്ങനെ ആക്കുമ്പോൾ ഓയിലി ടൈപ്പാവും. നമ്മൾ കുറച്ച് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നല്ല അലുവ പോലെ കട്ടിയാവും. അലുവ പോലെ ഇങ്ങനെ അലുവ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് റെഡിയായി ഇരിക്കും. അപ്പോൾ നമുക്ക് അത് തലയിൽ പുരട്ടാൻ കുറച്ച് പാടായിരുന്നു. കുറച്ചൊന്ന് ഈ എന്താ പറയുന്നത്, കുറച്ചൊന്ന് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം. അധികം കട്ടിയായി കഴിഞ്ഞാൽ ഇങ്ങനെ അലുവ കട്ട് ചെയ്ത് എടുക്കുന്നത് പോലെ ഇരിക്കും. നമുക്കിത് മുഖത്തൊക്കെ തേക്കും. നല്ല കറ്റാർവാഴയുടെ ജെല്ല് തേക്കുന്നത് പോലെ ഓയിലി ആയിട്ട് തന്നെ ഇരിക്കും. ഓയിലി ആയിട്ടല്ല, നല്ല സോഫ്റ്റായിട്ട് ഓയിൽ ഫോം പോലെ ഇരിക്കും. ഇപ്പം തന്നെ ഞാൻ കുറച്ച് നേരമേ ഇത് ആക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇലയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഒരുപാട് പൊടിയൊന്നും വരത്തില്ല. നമുക്ക് എന്താ പറയുന്നത്, നമുക്കൊരു അരിപ്പയിൽ അരിക്കണമെന്നൊന്നുമില്ല. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കളയാം. അരിപ്പയിൽ അരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അരിപ്പയിൽ അരിക്കാണ്ട് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടോ ഇനി ഇരിക്കും. ഇനി നമുക്ക് അരിപ്പ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. പന്ന അരിപ്പ എടുക്കാവോ. വീട്ടിൽ ഉപയോഗിക്കുന്ന അരിപ്പൊന്നും എടുക്കല്. അമ്മമാർ ഒട്ടിക്കും. നമ്മൾ ചായ അരിപ്പൊന്നും എടുക്കില്ല. നമ്മൾ വേസ്റ്റായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതരിച്ചൊഴിച്ചു കൊടുക്കുക. കോട്ടൺ തുണിയായാലും മതി. റെഡിയാക്കാം. ഞാൻ എൻ്റെ ഒരു കയ്യിലായതുകൊണ്ട് കണ്ടോ. നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇരിക്കുക. ഇത് പക്ഷെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഇല കാണുമെങ്കിൽ പറിച്ചിട്ട് ഉപയോഗിക്കും കേട്ടോ. ഉപയോഗിച്ചിട്ടെല്ലാം റിസൾട്ട് പറയണം. മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. മുടിക്ക് നല്ല ഷൈനിങ് ഉണ്ടാവും. കാണിച്ചു തരുന്നു. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കണ്ടോ ഓയിൽ കൺസിസ്റ്റൻസി ആയി. ഇത് കുറച്ച് നേരം ഡ്രൈ ചെയ്യാൻ വെച്ചാൽ നല്ല അലുവ പോലെ ഇരിക്കും. മുഖത്തൊക്കെ നമുക്ക് പുരട്ടി കൊടുക്കും. കണ്ടോ മുഖത്തും പുരട്ടാം, മുടിയിലാണ് മെയിനായിട്ട് പുരട്ടുന്നത്. മസാജ് ചെയ്യാൻ, മുഖമൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ മുഖത്തൊന്ന് പുരട്ടിയെന്നേ ഉള്ളൂ. മുടി കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മുടിയിൽ പുരട്ടാത്ത. വേണമെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് പൊട്ടി കാണിച്ചു തരാം. കണ്ടോ തലയൊട്ടിയിൽ നല്ല പുരട്ടി കൊടുക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി മുടി. ഇതിന് സ്മെല്ലൊന്നുമില്ല. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. അഥവാ നിങ്ങൾക്ക് സ്മെല്ലില്ല ഇതിന്. ഇത് വെള്ളത്തിൽ കഴുകി കളയുമ്പോഴേ ഇത് പോവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ അന്നേരമേ ചെറുതായിട്ട് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. തലയൊട്ടിയിലെല്ലാം നമുക്ക് വെച്ച് തേച്ച് കൊടുക്കാം. കണ്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ. ഇനിയിപ്പോൾ പോയി കഴുകി കളഞ്ഞേ പറ്റുള്ളൂ. കണ്ടോ കാണാമോ? കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എടുത്ത് അയ്യോ പോയി. കാണും. ഇപ്പം ഞാനത് ഒഴിച്ച് കാണിച്ചു തരാം. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് നല്ലപോലെ കാണിക്കാൻ പറ്റാത്തത്. ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ടേക്കാം. നിറയെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. കാണിക്കാൻ പറ്റും നോക്കട്ടെ.
ഓപ്പോസിറ്റ് ക്യാമറ ആക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ തിരിച്ച് കാണിച്ചു തരാം. കണ്ടോ ഇരിക്കുന്ന കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയത് കേട്ടോ. കാരണം ഈ ഇലയാണെങ്കിൽ കുറച്ച് ഡ്രൈ വരുന്നുണ്ട്. ഇല കുറച്ച് ഡ്രൈ ആയിരുന്നു. ഞാനതിനെ ഇങ്ങനെ ഇതിനകത്തിട്ട് ഇങ്ങനെ എന്താ പറയുന്നതിന് ഇങ്ങനെ ഞെവിടി എടുത്തതായി സാധനം. അപ്പോൾ അതിനകത്ത് ഈ സാധനം വരും. ഇത് നമുക്ക് തലയിലും മുഖത്തും ഒക്കെ തേക്കാം കേട്ടോ. ഉപയോഗിച്ചിട്ടെല്ലാവരും പറയണേ. ഉപയോഗിച്ചിട്ടുള്ളവർ കണ്ടിന്യൂ ചെയ്യുക, ഉപയോഗിച്ചിട്ടില്ലാത്തവർ റിസൾട്ട് പറയണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഇതിനകത്ത് കാണിച്ചേക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ചുണ്ടാക്കിയത്. ഇല കിട്ടുന്നതനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഈ മുടിയിൽ ഇത് തേച്ചിട്ട് കഴുകിക്കളയാം. എനിക്ക് മുടി ഒത്തിരി ഉണ്ടായിരുന്നു മുമ്പായിരിക്കും. ഇതൊക്കെ തേച്ചിട്ട് എനിക്ക് കുറച്ചേ ഉള്ളൂ മുടിയെന്ന്. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നതാണ്. ഡെലിവറിയൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ തിരക്കിനിടയിൽ എനിക്കങ്ങോട്ട് മുടി സംരക്ഷിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. ഇനി ഞാൻ സംരക്ഷിക്കും. ഇത്രയും പുരട്ടി കാണിച്ചതാണ് മുടിയില്ല. ഞാൻ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്ന വഴിക്ക് കിട്ടിയല്ല. ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആണല്ലോ എന്ന് വെച്ചത് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ട് പറയണം. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ഇലയും കൂടി ഇട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. ഇത്രയും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം വെച്ചത് കൊണ്ട് കുറച്ച് നല്ല അതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് മാറി കുറച്ചുകൂടെ ഒരു കട്ടിയായിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? മഴയായത് കാരണം ഞാൻ കുറച്ച് അകത്തോട്ട് വെച്ചെടുത്ത് കാണിക്കുക. കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇപ്പോൾ ഒരു ജെല്ല് ടൈപ്പായി. കണ്ടോ? കയ്യിലെടുത്ത കണ്ടോ നല്ല കട്ടി സാധനം. നല്ല ഇത് നമ്മുടെ തലയിലേക്ക് നമുക്ക് നല്ല സുഖം കിട്ടും. തലയോട്ടിയിൽ മസാജ് ചെയ്ത് ഇങ്ങനെ തേച്ച് മുടിലൊക്കെ തേച്ചിട്ട് കുളിക്കും. തലയ്ക്ക് നല്ല സുഖം കിട്ടും. പിന്നെ ഇത് കുറച്ച് നേരം കൂടെ വെക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് നല്ല ജെല്ലാവും. ജെല്ലല്ല, അലുവ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഫോം ആവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് പക്ഷേ നമുക്ക് തലയിൽ തേക്കാൻ യൂസ്ഫുൾ ആവത്തില്ല. അത് ഉപയോഗിക്കാൻ പാടാം. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് മുന്നേ എടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? അലുവയായി. കണ്ടോ? അലുവ കൺസിസ്റ്റൻസി ആയി. കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഉപയോഗിക്കണം. ഓക്കെ, ബൈ.